ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഒക്കെ വീട്ടിൽ പഴയ കുപ്പികൾ ഉണ്ടാവുമല്ലേ? പഴയ ഹാർപ്പിക്കിൻ്റെ കുപ്പിയാണ്. ഇതിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയപ്പോൾ ഇതൊരു ബ്രഷ് ഹോൾഡറായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ക്ലച്ചേഴ്സ് ഹെയർ സ്റ്റൈലിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ്. പക്ഷേ ഈ ക്ലച്ചേഴ്സ് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ കുറച്ച് ട്രിക്കിയാണ്. ബിക്കോസ് ഇത് എളുപ്പത്തിൽ കാണാതാവും. ഞാനൊരു വളരെ ഈസി സൊല്യൂഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മൾ ഡ്രസ്സിംഗ് ടേബിൾ അല്ലെങ്കിൽ ഷെൽഫിൻ്റെ സൈഡിലൊരു ഹുക്ക് പിടിപ്പിച്ച് അതിലൊരു പഴയ ബെൽറ്റ് അറ്റാച്ച് ചെയ്ത് വെക്കൂ. ഇത് കാണാനും വളരെ മനോഹരമായിരിക്കും. ബിക്കോസ് ക്ലച്ചേഴ്സ് എല്ലാം തന്നെ കളർഫുൾ ആൻഡ് നല്ല ഡിസൈൻ ഉള്ളതായിരിക്കും. അപ്പോൾ ക്ലച്ചേഴ്സ് ഇനി ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് നോക്കൂ. വി ഓൾ യൂസ് അയൺ ബോക്സ്. ഇസ്തിരി ഇടാൻ പുറത്ത് കൊടുത്താൽ കൂടി നമ്മുടെ എല്ലാവരുടെയും വീട്ടിലൊരു അയൺ ബോക്സ് എന്തായാലും കാണും. ഈ അയൺ ബോക്സിൻ്റെ കോഡ് ഓർഗനൈസ് ചെയ്ത് വെക്കൽ കുറച്ച് പ്രോബ്ലമാറ്റിക് ആണ്. ബിക്കോസ് ഇത് വളരെ പെട്ടെന്ന് ഓപ്പൺ ആയി വരും. ഇത് കണ്ടില്ലേ? ഇപ്പോൾ തന്നെ ഞാനിത് ഓർഗനൈസ് ചെയ്ത് വെച്ചാൽ എനിക്ക് ഈ അയൺ ബോക്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചാലോ? അതായത് നമ്മുടെ കയ്യിലൊരു അയൺ, നമ്മളെല്ലാവരും കയ്യിൽ തന്നെ ക്ലോത്ത് ഉണ്ടാവില്ലേ, ക്ലോത്ത് പീസസ്. ഈ കോഡെല്ലാം തന്നെ മടക്കി എടുത്ത് ചുരുട്ടിയതിന് ശേഷം നമ്മളൊരു ഹെയർ ടൈയോ ഒരു ക്ലോത്തോ വെച്ച് കെട്ടി വെച്ചാൽ ഇത് അങ്ങനെയൊന്നും ഇളകിപ്പോവില്ല, ഓപ്പൺ ആവില്ല. എന്നിട്ട് നമ്മൾ ഈ കെട്ടി വെച്ചതിന് ശേഷം നമ്മൾ അയൺ ബോക്സിൻ്റെ ഗ്യാപ്പിലേക്ക് ഇത് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കോഡ് അയൺ ബോക്സിൻ്റെ കൂടെ തന്നെ സെക്യൂർ ആയി നിൽക്കും. സെക്കൻഡ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഒരു ബാസ്ക്കറ്റോ ബോക്സോ യൂസ് ചെയ്താൽ നമുക്ക് അയൺ ബോക്സും കോഡും ഇതിൻ്റെ ഉള്ളിൽ നന്നായി ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അയൺ ബോക്സിൻ്റെ കോഡ് കൊണ്ട് ഇനി ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇത് നമുക്ക് യൂസിന് ശേഷം നമുക്ക് ഇസ്തിരി ഇട്ടതിന് ശേഷം എവിടെയാണോ കൊണ്ടുവെക്കേണ്ടതെന്ന് വെച്ചാൽ ഈസി ആയിട്ട് ക്യാരി ചെയ്ത് എവിടെ കൊണ്ടുവെക്കേണ്ടതെന്ന് വെച്ചാൽ ഇതേമാതിരി കൊണ്ടുവെക്കാനും പറ്റും. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ പഴയ ഐസ്ക്രീമിൻ്റെ കുപ്പികൾ ഉണ്ടാവുമല്ലോ, ഇതുമാതിരി തന്നെ. ഈ ഐസ്ക്രീം ബോക്സിൽ നമ്മൾ അങ്ങനെ തന്നെ സ്പൂൺസ് ഒന്നും ഇട്ട് വെച്ചാൽ കാണാൻ അത്ര ഭംഗി കാണില്ല. അപ്പോൾ നമ്മളൊരു സ്റ്റീൽ സ്ക്രബ്ബർ വെച്ച് ഇതിൻ്റെ പുറത്തെ ലെയർ നന്നായി ഒന്ന് ഉരച്ച് കളഞ്ഞാൽ നമുക്കിതിൻ്റെ പുറത്തെ കോട്ടിങ് വളരെ എളുപ്പത്തിൽ കളയാൻ പറ്റും. ഇപ്പോൾ വൈറ്റ് ബോക്സ് ആണെങ്കിൽ ഫുൾ വൈറ്റ് ആയിട്ട് കിട്ടും, ബ്ലാക്ക് ബോക്സ് ആണെങ്കിൽ ബ്ലാക്ക് ആയിട്ടും കിട്ടും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കിച്ചൺ കൗണ്ടർ ടോപ്പ് ഒന്നും കാണാനും വളരെ നല്ല രസമായിരിക്കും, കാണാൻ ബ്യൂട്ടിഫുൾ ആവും. ഇതുകൊണ്ട് ചെയ്തുകൊണ്ട് നമുക്ക് വേറെ വാൾപേപ്പേഴ്സോ ഒന്നും തന്നെ ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചിട്ട് അങ്ങനെ ഒരു ഭംഗിയാക്കേണ്ട ആവശ്യമില്ല. ഇതാ ജസ്റ്റ് പ്ലാസ്റ്റിക് കോട്ടിങ് നമ്മൾ സ്റ്റീൽ സ്ക്രബ്ബർ വെച്ചിട്ട് കളഞ്ഞാൽ മാത്രം മതി. നല്ല അടിപൊളി നമ്മുടെ ഓർഗനൈസറായിട്ട് കിട്ടും. കിച്ചണിൽ ഓയിൽ, ഗീ, ഹണി ഇതുമാതിരി സാധനങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബോക്സസ്, ട്രേസ് ഉപയോഗിക്കാറുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളെ വീട്ടിൽ ട്രേസോ ബോക്സോ ഒന്നും തന്നെ ഇല്ല എങ്കിൽ ഇതുപോലൊരു പഴയ പ്ലേറ്റോ അല്ലെങ്കിൽ അധികം യൂസ് ചെയ്യാത്ത ഒരു പ്ലേറ്റോ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുക. പക്ഷേ ഈ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിൽ ഓയിലോ ഗീയോ വെച്ച് കഴിഞ്ഞാൽ അത് വേഗം തന്നെ മോശമാവും. അങ്ങനെ ആയാൽ ഈ ടിഷ്യൂ പേപ്പർ ഫ്രീക്വൻ്റ്ലി റീപ്ലേസ് ചെയ്യേണ്ടി വരും. സോ നമുക്ക് ഈ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിൽ ഡിസ്കാർഡഡ് ലിഡ്സ് വെച്ച് കൊടുക്കാം. ഇനി കൗണ്ടർ ടോപ്പിൽ ഓയിൽ സ്റ്റെയിൻസ് ആകുമെന്ന ബുദ്ധിമുട്ടില്ല. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഓയിൽ, ഗീ, ഹണി എന്ത് വേണമെങ്കിലും നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാം. സ്റ്റീൽ സ്ട്രെയിനർ വേഗം തന്നെ വൃത്തികേടാകും. ഇതിലുള്ള അഴുക്ക് കളയാൻ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി നോക്കൂ. ഫുള്ളായി ക്ലീൻ ആയില്ല എങ്കിൽ ഒരു സ്റ്റീൽ സ്ക്രബ്ബർ കൊണ്ട് റബ്ബ് ചെയ്തിട്ട് പിന്നീട് ടാപ്പ് വാട്ടർ വെച്ച് വാഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് സൂപ്പറായി ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ നമ്മുടെ എല്ലാവരുടെയും തന്നെ വീട്ടിൽ കാണും. പക്ഷേ ഈ നോൺ സ്റ്റിക്ക് കോട്ടിങ് വളരെ വേഗം തന്നെ ഇളകി പോവുകയും ചെയ്യും, ഇത് മര്യാദയ്ക്ക് ഓർഗനൈസ് ചെയ്ത് വെച്ചില്ല എങ്കിൽ. നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഒന്നിന് മുകളിൽ ഒന്ന് വെക്കുമ്പോൾ ഈ കോട്ടിങ് ഇളകി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ നമ്മുടെ നടുക്കൊരു കാർഡ്ബോർഡ് കാണുമല്ലോ, എളുപ്പത്തിൽ ഇളകി പോയില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. താങ്ക് യു.